പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ ധ്യാനിക്കുകയാണ്. എന്താണ്? നമ്മൾക്ക് ആത്മശക്തി നേടാൻ, വിശ്വാസം പ്രഖ്യാപിക്കാൻ രണ്ട് മാർഗങ്ങൾ. ഒന്ന് ചൊല്ലാം. ചൊല്ലണത് എന്താണ്? പ്രാർത്ഥന. പിന്നെ എന്താ? ചെയ്യാം. നമ്മളെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് ചെയ്ത്തിലൂടെയാകാം, കർമ്മത്തിലൂടെയാകാം. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ കുറേയധികം ആധ്യാത്മിക അഭ്യാസങ്ങളുണ്ട് അല്ലേ? മുഴുവനും പരിശുദ്ധ പ്രവർത്തനം, കാരുണ്യ പ്രവർത്തികൾ അല്ലേ, ജീവകാരുണ്യ പ്രവർത്തികൾ എല്ലാം ആ വഴിക്ക് വരുന്നതാണ്. കർത്താവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുകയാണ്. അമ്മ സമയമായില്ല എന്ന് അമ്മയോട് പറയുമ്പോൾ അമ്മ പറയണത് എന്താണ്? അവൻ്റെ ഓർമ്മ ഇത് അവൻ പറയണത് പോലെ ചെയ്യുക. ഉടമ്പടി എപ്പോഴും ചെയ്യുന്നില്ല നിൽക്കണത്. ചില കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അതാരാണ് നടത്തേണ്ടത്? എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നടക്കാതെ വരുന്നത്? അത് മെറിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. അതിൻ്റെ യോഗ്യതയില്ല, സമയം ചിലപ്പോൾ ഒത്തുവരത്തില്ല, ചിലപ്പോൾ അതിനുള്ള ആരോഗ്യം ഉണ്ടാകത്തില്ല, ചിലപ്പോൾ മാർക്ക് കുറവായിരിക്കും, അങ്ങനെ ചിലപ്പോൾ പണം കുറവായിരിക്കും. പഠിപ്പിക്കാൻ പണമില്ലല്ലോ അല്ലേ? അതുകൊണ്ട് ചില സമയത്ത് പണം അപ്പം എന്തെങ്കിലും ഇല്ലായ്മ കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങൾ നടക്കാത്തത് ഇല്ലേ? ഇല്ലായ്മ കൊണ്ടാണ്. ഈ ഇല്ലായ്മ എന്നുള്ള വിഷയം നമ്മളുടെ മെറിറ്റിനെ ആശ്രയിക്കുന്ന വിഷയമാണ്, നമ്മുടെ യോഗ്യത. അപ്പോൾ അമ്മ വന്ന് ഈശോവിനോട് പറയണത് എന്താണ്? അവർക്ക് വീഞ്ഞ് ഇല്ല. അതാണ് സംഭവം. ഒരു കല്യാണം സന്തോഷത്തോടെ അർപ്പിക്കാനുള്ള കപ്പാസിറ്റി അവർക്ക് ഇല്ല. അവരുടെ ഇല്ലായ്മയാണ് ആ പറയണത്. യോഹന്നാൻ സുവിശേഷം ഇല്ലേ 2:3 അവർക്ക് വീഞ്ഞ് ഇല്ല. ഒരു കല്യാണം, വിവാഹം ഒരു അടിസ്ഥാനമല്ലേ? കുടുംബമൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വിവാഹത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അല്ലേ? അടിസ്ഥാന ആവശ്യമാണ്. മാനവരാശിയുടെ തന്നെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകമാണ് വിവാഹവും കുടുംബവും. അതിന് സന്തോഷത്തോടെ നിർവഹിക്കാനുള്ള കപ്പാസിറ്റി അവർക്ക് ഇല്ല. അവർക്ക് മെറിറ്റ് ഇല്ല എന്ന് പറയും, യോഗ്യതയില്ല എന്ന് പറയും. അപ്പോൾ ഈശോ എന്നാ പറയണത്? അതിൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അപ്പോൾ ആ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ഇല്ലയുണ്ട്, സമയമായിട്ടില്ല എന്നുള്ളതിൻ്റെ ഇല്ല. അങ്ങനെയുള്ള ഇല്ല എന്നുള്ളതിനെയാണ് കവർ ചെയ്യാനാണ് ബോധജ്ഞാന സിംഹാസനമായ പരിശുദ്ധ അമ്മയിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞത്. അവൻ പറയണ പോലെ ചെയ്യുകയാണ് ചെയ്യണം. അവിടെ ഉടമ്പടിയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെയാണ് ചെയ്യേണ്ടത്. എന്താ കാര്യം? ചില ലിങ്കുകൾ ബ്ലോക്ക് ചെയ്തത് നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്ത് കാര്യങ്ങൾ കൈവിട്ട് പോകുമ്പോൾ അമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവത്തിൻ്റെ കൈ നീട്ടിക്കൊണ്ടുവന്ന് ആ വിഷയത്തിന് ഇടപെടുത്താൻ. കാര്യം അമ്മ തന്നെയാണ് കാര്യങ്ങളെ രണ്ടായിട്ട് തിരിച്ച്, എന്താണ് വലിയ കാര്യങ്ങളെന്നും ചെറിയ കാര്യങ്ങളെന്നും ഇല്ലേ? വലിയ കാര്യങ്ങൾ ഇപ്പം അമ്മയിലൂടെ പരിശുദ്ധാത്മാവ് എന്നാ പറഞ്ഞത്? വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പാടാ. അത് ആര് ചെയ്യണം? ശക്തനായവൻ ചെയ്യണം. അതാണ് ലൂക്ക 1:49. വലിയ ശക്തനായവൻ പറഞ്ഞേ, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളാണ് ഇല്ലേ? ഇപ്പം ചിലർ വന്നു പറഞ്ഞാൽ അച്ഛാ എനിക്ക് 5 കോടി കടമുണ്ടെന്ന് പറയും. ആ 5 കോടി കടമുള്ള ആൾ വേറെ ഒരുത്തൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത് എനിക്ക് 2 ലക്ഷം കടമുണ്ടെന്നാണ്. അപ്പോൾ 5 കോടി കടമുള്ളവൻ പറയും എനിക്ക് 5 കോടിയാ, ഇവർ 2 ലക്ഷം, ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് 2 കാര്യമുണ്ടോ എന്ന് ചോദിക്കും. അല്ല, അങ്ങനെയല്ല. ആ 2 ലക്ഷം കടക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വരുമാന മാർഗം നോക്കുമ്പോൾ അത് വലിയ കാര്യമാണ്. ആ 2 ലക്ഷം കാര്യം അവനത് ആണ് എഴുതിയിട്ടിരിക്കുന്നത്, പക്ഷെ അത് വലിയ കാര്യമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. അപ്പോൾ നമ്മുടെ കഴിവിന് പറ്റണ അല്ലത്. അത് പിന്നെ ആരാ ചെയ്യേണ്ടത്? ശക്തനായവനാണ് ചെയ്യേണ്ടത്.
നമ്മുടെ മെറിറ്റിൽ വരുന്ന കാര്യമല്ല, നമ്മുടെ യോഗ്യതയിൽ വരുന്ന കാര്യമല്ല മക്കളെ. നമ്മുടെ യോഗ്യതയിൽ വരുന്ന കാര്യമല്ല, നമുക്ക് പറ്റണ കാര്യമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ അത് ആരെ കൊണ്ടാണ് ചെയ്യിക്കണത്? ശക്തനായവനെ കൊണ്ടാണ് ചെയ്യിക്കണത്. ഉടമ്പടി ശക്തനായവനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കുന്ന മരിയൻ പ്രയറാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ശക്തനായവനിലൂടെ വലിയ കൃപകൾ വർഷിക്കപ്പെടാൻ ഉടമ്പടിയിലൂടെ ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കണമേ. കർത്താവായ ദൈവമേ, അത്യുന്നത ശക്തിയാൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ശക്തനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ എഴുന്നള്ളുകയാൽ. ശക്തനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ എഴുന്നള്ളുകയാൽ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ ശക്തനായവനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഈ വിശേഷ വിധിയായി ചെയ്യാൻ ഈശോ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതെന്തിനാണ്? കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ ശക്തി ആവസിച്ചെന്ന് പറയത്തില്ലേ? അങ്ങനെ ശക്തി ആവസിക്കാൻ വേണ്ടിയാണ് അവൻ പറയണത് പോലെ നമ്മൾ ചെയ്യണത്. ശക്തനായവനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ദൈവികമായ ശക്തി ആർജിക്കാനുള്ള വിധങ്ങളാണ് വാഗ്ദാന പേടകത്തിൻ്റെ മേൽ അത്യുന്നതിൻ്റെ ശക്തിയെ ആവശ്യിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് ഉടമ്പടിയിൽ വരുന്നത്. കർത്താവിൻ്റെ വചനം അവൻ പറയണവർ ചെയ്യുമ്പോൾ, നമ്മൾ പാലിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വാഗ്ദാന പേടകമായി മാറുകയും നമ്മുടെ മേൽ അത്യുന്നതിൻ്റെ ശക്തി വാഗ്ദാന പ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ സൗഖ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്തെല്ലാം തരം സൗഖ്യങ്ങളാണ് വരുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. വാഗ്ദാനത്തിന്റെ പേടകമായ പരിശുദ്ധമേ, വിചാരത്തിന്റെ സ്രോതസ്സായ പരിശുദ്ധമേ, വിവേകത്തിന്റെ പുണ്യമായ പരിശുദ്ധമേ, ബോധജ്ഞാനത്തിന്റെ വിശ്വാസമായ പരിശുദ്ധമേ, ഉടമ്പടിയിൽ അഭിഷേകം ചെയ്യണമേ. ദൈവത്തിന്റെ ശക്തി നിറയിക്കണമേ. ഉടമ്പടി ചെയ്ത ഓരോ മക്കളുടെ നിയോഗങ്ങൾ ഇപ്പോൾ തത്സമ അഭിഷേകം പോലെ ഇടപെടണമേ. ഹല്ലേലൂയ. ദൈവമാതാവേ, എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ. ഇപ്പം ചൊല്ലുന്നവരും ചെയ്യുന്നവരും നമ്മളെ ശക്തീകരിക്കാൻ, അതിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവസിപ്പിക്കാൻ എന്താ മാർഗം? അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പം ചെല്ലുന്നവരും പ്രാർത്ഥിക്കുന്നവരും ചെയ്യുന്നവരും എന്ത് മനോഭാവത്തോടെയാണത് ചെയ്യേണ്ടത്? അതാണ് വിഷയം. നമുക്ക് സാങ്കേതികമായിട്ടൊക്കെ ചെയ്ത് മാറ്റാൻ പറ്റും എല്ലാ കാര്യങ്ങളും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പത്രം കൊടുക്കാൻ വിതരണം ചെയ്യാം. നിങ്ങൾക്ക് രോഗികൾക്ക് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാം. ഉടമ്പടി പ്രകാരം നിങ്ങൾ വസ്ത്രം കൊടുക്കും. പക്ഷേ എന്ത് കൊടുക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും
വാട്ട് സ്പിരിറ്റ് യു ഹാവ് എന്നൊരു ചോദ്യം ഈശോ ചോദിക്കും. എന്തരൂപിയിലാണ് നിങ്ങളിത് ചെയ്യുന്നത്? അതാണ് ലൂക്ക 9:55 ഫുട് നോട്ടിലേ ഉള്ളത്. നിങ്ങൾ എന്തരൂപിയാണ് നിങ്ങൾക്ക് ഉള്ളത്? എന്തരൂപി ഉണ്ടാവണം? സ്നേഹത്തിൻ്റെ അരൂപി ഉണ്ടാവണം. ആരോടുള്ള? ഈശോനോടുള്ള. അതാണ് നോൻപ് കാലത്തിൻ്റെ ചൈതന്യം. നമ്മളെ ശക്തമാക്കുന്ന അതാണ്. ചെയ്യണ സാങ്കേതികമായി നമ്മൾ ഈ എണ്ണിത്തയച്ച് ചെയ്യണതല്ല, ആ നമ്പർ ഒപ്പിച്ച് ചെയ്യണതല്ല, അത് സാങ്കേതികമായി ചെയ്യണതാണ്. നമുക്ക് നമ്പറിലല്ല പെർഫെക്ഷൻ വരണത്, കർത്താവിനോടുള്ള സ്നേഹത്തോടെയാണോ അത് ചെയ്യണത്? ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, വിശേഷവിധിയായി അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങയോടുള്ള സ്നേഹത്തോടെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാൻ എന്നെ സഹായിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, സുവിശേഷത്തിന്റെ സാക്ഷിയാകാൻ കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ സവിശേഷമാമിതം ഞങ്ങളിൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. കരങ്ങളടിച്ചുകൊണ്ട് പാടാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശേഷവിദ്യ നമ്മുടെ ജീവിത മേഖലകളെ, ഞങ്ങളുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുത്തുക. ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളെ സാക്ഷികളാകും. എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളെ സാക്ഷികളാകും. കരങ്ങൾ ഉയർത്തി. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളെ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളെ സാക്ഷികളാകും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കും. എന്താ ഇങ്ങനെ പറയണമെന്നറിയാവോ? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വാട്ട് സ്പിരിറ്റ് യു ഹാവ്, അതായത് ലൂക്ക 9:55 എന്തരൂപിയാണ് നിങ്ങൾക്ക് ഉള്ളത്? എന്തരൂപി ഉണ്ടാകണമെന്നാണ് പറയണത്? കർത്താവിനോടുള്ള ആത്മബന്ധത്തിൽ നിന്നുണ്ടാകുന്ന സ്നേഹത്തിൻ്റെ അരൂപിയാണ് ഉണ്ടാകണത്. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ നോൻപിൽ വളരണത്. എന്താ കാര്യം എന്നറിയാവോ? മനുഷ്യനുള്ളത് എന്താണെന്ന് അവന് അറിയാമായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 2:24. യോഹന്നാൻ 2:24. ഇപ്പം നിങ്ങളെ രോഗികളെ കുളിപ്പിക്കുമ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോഴും വസ്ത്രം ദാനം ചെയ്യുമ്പോഴും വാട്ട് സ്പിരിറ്റ്, എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളത് എന്ന ചോദ്യത്തിന് കൂടി യുക്തിപരമായ മറുപടി പറയാൻ കഴിഞ്ഞാലേ ഈ ശക്തി നമുക്ക് സംശീകരിക്കാൻ പറ്റത്തുള്ളൂ. എന്താ കാര്യം? നമ്മളിൽ ഉള്ളിൽ ഇതെങ്ങാനെങ്കിലൊക്കെ ഒപ്പിച്ച് കൂട്ടി കഴിയണം, അല്ല ഉടമ്പടി എടുത്തു പോയില്ലേ, ഇനി വിളക്കാൻ തക്കണ പാണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ചുണ്ടാക്കുമ്പോൾ സാങ്കേതികമായി പോകും, അവിടെ സ്പിരിറ്റ് പോകും. അതുകൊണ്ടാണ് നിങ്ങളെ ആൾക്കാർ വാടകയ്ക്ക് എടുത്തിട്ടൊക്കെ പത്രം കൊടുപ്പിക്കുന്നത്. ചില ആൾക്കാർ അവർ എടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു, ഈ ഒരു ശാരീരിക അവസ്ഥയ്ക്ക് പത്രം ആര് കൊടുത്തു ഞാൻ ചോദിച്ചു. അപ്പം ഞാൻ വീട്ടിൽ നിൽക്കണ വേലക്കാരത്തിനെ കൊണ്ട് കൊടുപ്പിച്ചെന്ന് പറഞ്ഞു. ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വേലക്കാരി വരാൻ പറഞ്ഞു. എന്താ പ്രശ്നം? അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടി ആരാ എടുത്തിരിക്കണേ? ഉടമ്പടി നമ്മൾക്ക് ആർക്കും നമ്മൾ ദൈവദർശനം എടുത്ത ഉടമ്പടി നിങ്ങളത് പിന്നീട് കൊട്ടേഷൻ കൊടുക്കരുത് വേറെ ആൾക്കാർക്ക്. ബംഗാളിക്ക് കൊട്ടേഷൻ കൊടുത്ത ഉടമ്പടിക്ക്. അതാണ് പ്രശ്നം. ചിരിക്കാൻ പറഞ്ഞാൽ പത്തനംതിട്ട ഒരു ചേച്ചി ചെയ്തതാണ് വിശേഷം. അവർക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച്. പക്ഷെ നമ്മൾ ആന്തരിക കാര്യം ദൈവം എന്താ നോക്കണത്, മനുഷ്യരിലുള്ളത് എന്താണെന്ന് അവനെ അറിയാമായിരുന്നു. കാര്യം ഉള്ളത് എന്താണെന്ന് യോഹന്നാൻ 2:24 വിഷയമാണ്. നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ? ഈ പത്രോസ്ലിഹ ഇത്രയും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉയരാൻ കാര്യം എന്താണെന്നറിയാവോ? കർത്താവിനോട് അയാൾക്ക് പൊരിഞ്ഞ സ്നേഹമായിരുന്നു. കർത്താവ് പറഞ്ഞത് ഭയങ്കര, കർത്താവ്
കണ്ണിക്കണ്ണ് കാണാനില്ലാത്ത കാലത്തും കർത്താവ് പറഞ്ഞ വാക്ക് അങ്ങേരും മറന്നില്ല. കർത്താവ് എന്നാ പോകാൻ നേരത്തെ പറഞ്ഞത്? നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്. അതാണ് നടപടി 1:4. പാവപ്പെട്ടവൻ വിട്ടുപോയില്ല. വീട്ടിൽ പോകാമായിരുന്നു, പോയില്ല. കഫർനാമിൽ പോകാമായിരുന്നു, പോയില്ല. ഞാൻ എപ്പോഴും ഓർത്തും 10 ദിവസത്തെ വള്ളവും വലിയ അവിടെയല്ലേ, ഭാര്യ അവിടെയല്ലേ, മക്കൾ അവിടെയല്ലേ, ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും കഫർനാമിലല്ലേ. നീ എന്തിനാ കർത്താവ് മരിച്ചിട്ടും ചത്ത് കെട്ടി ഇവിടെ പിടിച്ചു തൂങ്ങിക്കിടക്കണത്? അപ്പോൾ 10 ദിവസം പറയും ഈശോ പറഞ്ഞായിരുന്നു പോകരുതെന്ന്. ആരെല്ലാം വീട്ടിലുണ്ടായാലും നിനക്കൊരു നേരം ഭക്ഷണം ഇവിടെ കിട്ടിയില്ലെങ്കിലും നീ വീട്ടിൽ പോകരുത്. എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. കർത്താവിൻ്റെ വാക്ക് സ്നേഹത്തോടെ അവൻ ഓർത്ത്. അതാണ് ബൈബിൾ പറയണത്. നടപടി 3:1 പറഞ്ഞില്ലേ, 9-ാം മണിക്കൂറിൽ അവൻ കർത്താവിൻ്റെ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുകയായിരുന്നു. നടപടി 3:1. എന്താ കാര്യം? വൈഫും കുഞ്ഞുങ്ങളും വീട്ടിലുണ്ട്. ഇവിടെ ഭക്ഷണം വെച്ച് തരാൻ പോലും ആരുമില്ല, കാശും കയ്യിലില്ല. ഇത്രയും സാമ്പത്തിക തകർച്ച, എല്ലാം പഠിപ്പിച്ച കർത്താവും കൂടെ ഇല്ലാത്തതുപോലെയുള്ള ശാരീരിക സാന്നിധ്യമില്ല. അപ്പോഴും കർത്താവിൻ്റെ വാക്കുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞായിരുന്നു? നീ ജെറുസലേം വിട്ടു പോകരുത്. അവൻ കഫർനാമിലേക്ക് പോയില്ല. അവൻ്റെ വൈഫിനേക്കാളും അവൻ്റെ മക്കളെക്കാളും അവൻ്റെ കുടുംബക്കാരെക്കാളും വീടിനേക്കാളും അവന് കർത്താവിൻ്റെ വചനം അവൻ്റെ ജീവനേക്കാൾ വിലയുള്ളതായിരുന്നു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അവിടുത്തെ വചനം ശക്തമാണ് കർത്താവേ. ആകാശം മാറിപ്പോയാലും ഭൂതലം മാറിപ്പോയാലും മാറാത്ത വചനമാണ്. അത് ശക്തിയും അഭിഷേകമുള്ളതാണ്. അഭിഷേക വചനത്തെ സമർപ്പിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീവനേ ആരാധന. കാളും നീ വലിയതാണെനിക്ക്. സ്നേഹത്തോടെ എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന ജീവനേക്കാൾ ശ്രേഷ്ഠമാണ്. സമ്പത്തിനേക്കാൾ വചനത്തിന്റെ പത്രോസ് നല്ല ഓർമ്മയുള്ളവനായിരുന്നു. കർത്താവിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് നല്ല ഓർമ്മയുള്ളവനായിരുന്നു. അതുകൊണ്ട് മ്ലാനതയില്ലായിരുന്നു അവന്. ക്രിസ്ത്യാനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ അവന് മാനതയുണ്ടാകത്തില്ല. എന്താ ഈ മ്ലാനത എന്ന് പറയുന്നത്? ഓർമ്മയില്ലാത്ത അവസ്ഥയാണ്. പത്രോസിന് ഓർമ്മയുണ്ടായിരുന്നല്ലോ ആരുടെ വചനത്തെക്കുറിച്ച്? കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച്. കർത്താവ് എന്നാ പറഞ്ഞത്? ജെറുസലേം വിട്ടു പോകരുത്. ആ ഓർമ്മയുണ്ടായിരുന്നു ആ വചനത്തെക്കുറിച്ച്. അതുകൊണ്ട് നടപടി 1:4 പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് അവൻ കർത്താവിൻ്റെ വാക്കോർത്തുകൊണ്ട്, ദൈവമേ, എനിക്കും നിനക്കും ഓർമ്മയുണ്ടാകാൻ ഏറ്റവും നല്ലത് എന്താണ്? കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. പത്രോസിന് ആ വചനത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നടപടി 3:1 പറയണത് അവൻ ജെറുസലേം വിട്ടുപോയില്ല, കർത്താവിൻ്റെ തിരുസന്നിധി തന്നെയായിരുന്നു എന്ന്. എല്ലാ പതിവ് സമയങ്ങളിലും പ്രാർത്ഥിക്കാൻ അവൻ ദേവാലയത്തേക്ക് പോയി 9-ാം മണിക്കൂറിലും. എന്താ പത്രോസിന് ഓർമ്മയില്ല? ഓർമ്മയുണ്ടായിരുന്നു. പത്രോസിന് മ്ലാനതയില്ലായിരുന്നെന്ന് പറയാൻ കാര്യം എന്താ? ഓർമ്മയുള്ളവന് മ്ലാനത ഉണ്ടാകത്തില്ല. ഓർമ്മയില്ലാത്തവന് മ്ലാനതയുണ്ടാകും. മ്ലാനതയുണ്ടായിരുന്ന മനുഷ്യനോടാണ് കർത്താവ് ചോദിച്ചത്, ഓർമ്മയില്ലേ എന്ന് ചോദിച്ചായിരുന്നു. നിങ്ങൾ ഓർക്കണ്ട, മർക്കോസ് 8:17 കർത്താവ് ചോദിച്ചതാണ്, ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു. അപ്പമില്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾക്കെന്തിന് തർക്കിക്കുന്നു? എന്തിന് നിങ്ങൾ മ്ലാനത കാട്ടുന്നു? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്താണ് ഓർമ്മയുണ്ടത്? 5 അപ്പം 5000 പേർക്ക് വേണ്ടി ഭാഗിച്ചത് ഓർമ്മയില്ലേ? 7 അപ്പം 4000 പേർക്ക് വേണ്ടി ഭാഗിച്ചത്
ഓർമ്മയില്ലേ? എത്ര കൊട്ട നിറയെ നിങ്ങൾ ശേഖരിച്ചു? എന്തിനാണ് നിങ്ങൾ മ്ലാനതയായിരിക്കണത്? ഓർമ്മയില്ലാത്തവരെല്ലാം മ്ലാനതയാകും. ഓർമ്മ വിശ്വാസമാണ്. ഓർമ്മ അവരെക്കുറിച്ചുള്ള സ്നേഹമാണ്. കൈയടിച്ച് കർത്താവിന്റെ ശരീരം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ വീശി കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളെ അഭിഷേകിച്ച് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു. അങ്ങയുടെ വചനം ഞങ്ങളെ സുഖപ്പെടുത്തുന്ന നന്ദി പറയുന്നു. അത് ഓർമ്മയായി സൗഖ്യമായി. ഇപ്പം മ്ലാനത വരുമ്പോഴേ ഓർമ്മ പോയെന്ന് അതിൻ്റെ അർത്ഥം. പീഡിയ മ്ലാനത വരുമ്പോൾ ഓർമ്മ പോയി. എന്തിനെക്കുറിച്ചുള്ള ഓർമ്മ പോയി? കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ദൈവം ഇതിനേക്കാൾ വലിയ കഷ്ടപ്പെട്ട കാലങ്ങളിൽ നിന്നെ സന്ധിച്ചതിൻ്റെ സ്നേഹത്തിൻ്റെ ഓർമ്മ അത് പോയി. മ്ലാനത വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഓർമ്മ പോയെന്നാണ്. എന്തിൻ്റെ ഓർമ്മ? കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ദൈവം നിന്നെ പരിപാലിച്ചതിൻ്റെ ഓർമ്മ. അങ്ങനെ ഓർമ്മ പോയ രണ്ട് കക്ഷികളാണ് നാട് വിട്ടു പോയത്. ആത്മഹത്യ ചെയ്യുന്നവരും നാട് വിട്ടു പോകുന്നവരും, പ്രാർത്ഥന ജെറുസലേം വിട്ടു പോകുന്നവർ. വിട്ടുപോകണതില്ലേ? കർത്താവ് പറഞ്ഞ വാക്കാണ് വിട്ടുപോവുക. ചിലപ്പോൾ നമുക്ക് ജെറുസലേം വിട്ടു പോകേണ്ടി വരും. ഓർമ്മ പോകുമ്പോൾ ദൈവസന്നിധാനം വിട്ടുപോകും, നാട് വിട്ടുപോകും. ക്ലയഫാസ് അങ്ങനെ വിട്ടുപോയ ഒരു ശിഷ്യനാണ്. അവൻ നാട് വിട്ടുപോയി, ജെറുസലേം വിട്ടുപോയി. അവനോട് കർത്താവ് ചോദിച്ചു, എന്തിനീ മ്ലാനത? ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു. ഇല്ലേ? ലുക്ക 24:25. ക്ലയഫാസ് ജെറുസലേം വിട്ടുപോയി. എന്താ കാര്യം? അവനോട് കർത്താവ് ചോദിച്ചു, ഓർമ്മയില്ലേ? ഞാൻ വിട്ടുപോകരുതെന്ന് പറഞ്ഞതല്ലേ? ഓർമ്മയില്ലേ? എന്തിനാണ് മ്ലാനത? നിങ്ങളെ മ്ലാനവദനരായി എന്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു? അവിടെ മ്ലാനതയാണ് വരണത്. മ്ലാനത വന്നതിൻ്റെ അർത്ഥം എന്താണ്? വിട്ടുപോയെന്നർത്ഥം. മ്ലാനത വന്ന അതിൻ്റെ അർത്ഥം എന്താണ്? ഓർമ്മയില്ലെന്നർത്ഥം. ഓർമ്മയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസമില്ലെന്നർത്ഥം. പ്രവാചക വചനങ്ങൾ വിശ്വസിക്കാൻ കഴിയാതിരുന്ന മന്ന ബുദ്ധികളെ എന്ന് ചോദിക്കുന്നില്ലേ? ഓർമ്മ പോകുമ്പോഴേ കർത്താവ് നമ്മളെ മന്ദബുദ്ധി എന്ന് വിളിക്കും. ഓർമ്മ പോണത് ബുദ്ധിക്കുറവാണെന്നാണ് ഈശോ പറയണത്. എന്തിനെക്കുറിച്ചുള്ള ബുദ്ധിക്കുറവാണ്? കർത്താവിൻ്റെ വചനങ്ങൾ സ്നേഹത്തോടെ വിശ്വാസത്തോടെ ഓർക്കാൻ കഴിയാവുന്നതിൻ്റെ ബുദ്ധിക്കുറവ്. പ്രാർത്ഥിക്കുക, കർത്താവേ ജെറുസലേം വിട്ടുപോവാതെ അങ്ങയുടെ വചനങ്ങൾ ഓർത്തുകൊണ്ടും എൻ്റെ കഷ്ടപ്പെട്ട ആളിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ നിന്റെ സന്ധിപ്പോർത്തുകൊണ്ടും നിന്റെ സ്നേഹത്തോടെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ പിടിച്ചു നിൽക്കുവാൻ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ജെറുസലേം വിട്ടുപോകാതിരിക്കാൻ, അങ്ങയുടെ സാന്നിധ്യം വിട്ടുപോകാതിരിക്കാൻ, കൂദാശ വിട്ടുപോകാതിരിക്കാൻ, പ്രാർത്ഥനയിൽ വിട്ടുപോകാതിരിക്കാൻ, ദിവ്യകൃപാൽ വിട്ടുപോകാതിരിക്കാൻ, വിശ്വാസത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൽ വിട്ടുപോകാതിരിക്കാൻ, ഉടമ്പടി എന്ന അഭിഷേക ശക്തിയാൽ ഞങ്ങളെ ആത്മാവിൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഒഴിച്ചുകൊണ്ടായിരിക്കട്ടെ. ഇരിക്കുന്നവരെഴുന്നേക്ക്. നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് നമുക്ക് നൽകിയ വരദാനങ്ങളിലൊന്നാണ് കൈവച്ച് പ്രാർത്ഥന. രോഗമുള്ളിടത്ത് കർത്താവിൻ്റെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കും. ഈ സെക്കൻഡിലെ കർത്താവ് നമ്മളെ സുഖപ്പെടുത്തും. കാര്യമെന്താ? നമ്മൾക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് നമുക്ക് മ്ലാനതയില്ല. എല്ലാം നമ്മൾ അവൻ്റെ വചനത്തെക്കുറിച്ച് ഓർമ്മയുണ്ട്. അവൻ നമ്മളോട് ചെയ്യാൻ പറഞ്ഞതിനെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടാകാൻ മാത്രമുള്ള സ്നേഹമുണ്ട്. ഓർമ്മയുണ്ടാകാൻ മാത്രമുള്ള വിശ്വാസമുണ്ട്. അല്ലേ? ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഉദരരോഗികളെ ഉദരത്തിൽ കൈവെക്കുക. കർത്താവ് നിന്നെ സുഖപ്പെടുത്താൻ പോകുന്നു. നമ്മുടെ ഓർമ്മയിലാണ് അവൻ്റെ പ്രസൻസ്. ഹിസ് പ്രസൻസ് ഇസ് ഹിസ് മെമ്മറി, അവർ മെമ്മറി അബൌട്ട് ഹിം.
ഹിസ് പ്രസൻസ്. കുർബാനയും നമ്മൾ അതാണ് പറയണത്. ഹിസ് പ്രസൻസ് ഇസ് അവർ മെമ്മറി അബൌട്ട് ഹിം. അവൻ്റെ സാന്നിധ്യം, അവനെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മ ആഘോഷിക്കുമ്പോഴാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ. ഉദര രോഗികളെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദര രോഗികളെ ഉദരത്ത് കൈവെക്കട്ടെ. ഹല്ലേലൂയ. ഉദര രോഗികളെ ഉദരത്ത് കൈവെക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് ഉദര രോഗങ്ങള് വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടൽ അൾസർ ഉള്ളവര് ഉദരത്തിൽ കൈവെക്കട്ടെ. ഗർഭപാത സിസ്റ്റ് ഉള്ളവര്, PCOD രോഗികള് ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തസ്രാവ രോഗികള് ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, യേശുവേ. ഉത്തരവാദിത്തത്തിൽ കല്ലുള്ളവര് ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. മക്കളില്ലാത്തവര് ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. അൾസർ രോഗികള്, അൾസസ് രോഗികള് ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ഫിഷ രോഗികള്, പിസ്തുല രോഗികള് ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തില് ഉദര രോഗങ്ങള് വിട്ടുമാറട്ടെ. കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്ന തത്സമയ സൗഖ്യങ്ങളെ ഓർത്ത് ആരാധിക്കുന്ന ദൈവമേ. ഭാഷാപരത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഭാഷാപരത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് സൗഖ്യം നൽകിയ കർത്താവിനെ, അനുഗ്രഹിച്ച കർത്താവിനെ, വിദഗ്ധ ഭൂഖണ്ഡങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെ ആശീർവദിക്കുന്ന ദൈവം. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. ഇരുമുറി വീര സുഖപ്പെടട്ടെ, ഇരുമുറി വീര സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യം. ശ്വാസകോശ രോഗികള് സ്നേഹത്തോടെ, അവനോടുള്ള സന്തോഷത്തോടെ, അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ നെഞ്ചിൽ കൈവെക്കുക. ഹൃദയ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. എന്നെ കേൾക്കുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഓൺലൈനിൽ ഇരിക്കുന്ന ആരാധന കൂടുന്ന എല്ലാ മക്കളും ഹൃദയരോഗികളെ നെഞ്ചിൽ കൈവെക്കട്ടെ. ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇപ്പോൾ കണ്ണു രോഗികളെ നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കാത്ത വിധത്തിൽ ആ സമയത്ത് കണ്ണു രോഗികളെ കർത്താവ് സ്പർശിച്ചു കൊടുക്കുന്നതായിട്ട് ഈശോയുടെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. തലവേദനക്കാരെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്വാസകോശ രോഗികളെ നെഞ്ച് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. കരൾ രോഗികൾ നെഞ്ചിൻ്റെ കൂമ്പിന് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. പങ്ക്രിയാസ് രോഗികളും അവിടെ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ അഭിഷിക്തൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ദൈവജനം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മക്കള് ശ്വാസകോശ രോഗികള്, കരൾ രോഗികള്, ഹൃദയ രോഗികള്, പങ്ക്രിയാസ് രോഗികള്, ഈശോ നിന്റെ നാമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. ഈശോ നിന്റെ തിരുമുറിവാർന്ന് വലത് കർത്താവ് മക്കൾ സ്പർശിക്കപ്പെടട്ടെ. മാർഗരോഗങ്ങള്, തിരവേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഇതാ കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തുകയാണ്, ഈശോ സൗഖ്യപ്പെടുത്തുകയാണ്. തിരുകരത്താൽ താങ്ങിയല്ലേ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ യേശുവിൻ രക്തം
യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം.